മോളിക്കുട്ടി വാ. ആ ഗോപിയേട്ടാ. ആ എന്താ മോളെ? കട തുറക്കാൻ വന്നാ. ആ എന്തോന്നാടിയത്? നീ എന്ത് ചെയ്യാൻ പോവാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? കട തുറക്കാൻ പോവാ. ആരുടെ കട? ഇവളുടെ അച്ഛൻ ദുബായ് മാമന് കൊടുത്ത കട. ഇവളുടെ അച്ഛന്റെ സകല സമ്പാദ്യവും ഇപ്പൊ സത്യവതി മേഡത്തിന്റെ പേരിലല്ലേ? പിന്നെ ഈ കടയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഈ കട വിട്ടുതരാൻ പറ്റില്ല. ഇതേ അച്ഛൻ ഗോപാലമാമന് കൊടുത്തതാ. എന്നാ പിന്നെ നീ പോയി നിന്റെ ഗോപാലൻ മാമനെ വിളിച്ചോണ്ടുവാ. ഞാൻ അയാളോട് സംസാരിച്ചോളാം. താൻ ആരാടോ? താനെന്താ ഇവളുടെ എടി പൊടിന്നൊക്കെ സംസാരിക്കുന്നേ? ദേ, സത്യവതി ഇവരെ ചതച്ച് സകല സാധനങ്ങളും എഴുതി വാങ്ങിച്ച ഒരു പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അനിയൻ സാറ് പുറത്തു വരുന്നത് വരെ മാത്രമേ നിലനിൽക്കൂ. അനിയൻ സാറ് പുറത്തു വന്നു കഴിഞ്ഞാലേ തന്റെയൊക്കെ അവസ്ഥ എന്താന്ന് അറിയോ? അതങ്ങേര് പുറത്തു വന്നിട്ടല്ലേ. ആ കാര്യങ്ങളൊക്കെ അതപ്പ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം രണ്ടുപേരും പുറത്തു പോ. പറ്റില്ല. ഞാൻ തൽക്കാലം ഈ കട തുറക്കും. ഇവിടെ കച്ചവടം ചെയ്യുകയും ചെയ്യും. തനിക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയും. എടാ ജോഷിയെ, ഇങ്ങോട്ട് വാടാ. രാവായാലും ശരി പകലായാലും ഇവളന്മാരാരെങ്കിലും ഈ ഷട്ടർ തുറന്ന ഒരാളും പിന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഏറ്റു സാറേ. ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങക്ക്? ഇനി എന്താ നിങ്ങക്ക് എന്നീന്ന് വേണ്ടത്? എന്റെ അച്ഛനെ ചതിച്ചു, എന്നെ ചതിച്ചു, എന്റെ അമ്മയെ ചതിച്ചു. എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ സത്യവതി മേഡത്തിന്? ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാടി കൊച്ചെ? നീയും നിന്റെ തള്ളേ ജീവിച്ചിരിക്കല്ലേ? കൊല്ലാൻ വേണ്ടതൊക്കെ താൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ അവിടെ? എന്താ പ്രശ്നം? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? കൃഷ്ണയ്ക്ക് ഈ കട തുറക്കണം, ലോട്ടറി കച്ചവടം നടത്തണം. അത് പറ്റില്ലെന്ന് ഇവര് പറയുന്നേ. നമ്മൾ സ്നേഹിച്ച നമ്മുടെ അനിയൻ സാറിന്റെ മോളുടെ കാര്യല്ലേ? അപ്പോഴേ മൂർത്തി, പിള്ളേരെ തടയാൻ നിൽക്കണ്ട. മൂർത്തി സാറ് പറയുന്നതിന് നീ എതിര് പറഞ്ഞ പറയുന്നവരൊക്കെ ഇവിടെയിട്ട് കൊത്തി കീറിക്കളയും ഞാൻ. പരോള് കഴിഞ്ഞ് തിരിച്ചു പോവാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. ഒരു കൊലയും കൂടി ചെയ്തിട്ട് പോവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്താടി, എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ഇനി മേലാൽ 2 എണ്ണത്തിന് ഈ പരിസരത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ. കൃഷ്ണമോളെ, ഈ നാട്ടുകാർക്കൊക്കെ നിന്നെ വലിയ സ്നേഹമായിരിക്കും. അനിയൻ സാറിന്റെ മോളെന്നും പറഞ്ഞേ ഈ കട തുറന്നാലേ ഈ നാട്ടുകാർ ഇവിടെ ഒന്ന് കാവല് നിൽക്കുന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ജീവന് പേടിയുള്ള ഒരുത്തനും അടുക്കില്ല. ഇനി കട തുറക്കാൻ വേണ്ടി നീ വന്ന ചാവി ഇങ്ങോട്ട് താ. ഇപ്പൊ ഞാൻ പോവാം. പക്ഷേ ഞാനെല്ലാം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അച്ഛനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അച്ഛനെ ഇതിനൊക്കെ നിങ്ങളോട് പകരം ചോദിക്കുകയും ചെയ്യും. അവരോട് ചെന്ന് പറഞ്ഞേക്ക്